ഈ പ്രയർ ഗ്രൂപ്പിൻ്റെ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ സഹോദരങ്ങളെ, ഒരു കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, മിക്ക കുടുംബങ്ങളിൽ കാണപ്പെട്ടു വരുന്ന ഒരു കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങൾ പല കുടുംബങ്ങളിലും കുഞ്ഞുങ്ങൾ വളരെയധികം മടിച്ചികളുമായിട്ടിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. ചില മാതാപിതാക്കന്മാർ പ്രത്യേകിച്ച് പറയാറുണ്ട്, എൻ്റെ സിസ്റ്ററെ എന്തോ പറയണം, മോളോട് ഒരു കാര്യം പറഞ്ഞാലും ചെയ്യത്തില്ല, മോനോട് ഒരു കാര്യം പറഞ്ഞാലും ചെയ്യത്തില്ല, വീട്ടിൽ തന്നെ കുത്തിയിരിക്കും, ഒരു കാര്യവും ചെയ്യത്തില്ല എന്ന് പറയുന്ന പല മാതാപിതാക്കന്മാരെ കാണുവാൻ കഴിയും. എനിക്ക് ഇന്ന് നിങ്ങളോടാണ് പറയാനുള്ളത്, നാം ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വീട്ടിലുള്ള കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് അവരെ കൊണ്ടൊരു സ്പൂൺ എടുപ്പിക്കാൻ കഴിയുമെങ്കിൽ ആ പരുവത്തിലിരുന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിക്കണം. മോനെ അത് ചെയ്യും, മോനെ അത് കൊണ്ടുപോയി കൊടുത്തിട്ട് വാ, മോനെ അത് കൊടുക്ക് എന്ന് പറയുമ്പോഴാണ് ആ കുഞ്ഞ് അത് കൊടുക്കണമെന്നുള്ളത് ഒരു മെൻറ്റാലിറ്റി ആ കുഞ്ഞിനുണ്ടാകുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ നമ്മൾ വളർത്തി കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്കറിയാം, പ്രായമുള്ള ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും ഒരു ഗസ്റ്റായിട്ട് പ്രായമുള്ളവർ ആരെങ്കിലുമൊക്കെ കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ ഓടിപ്പോയി അവർക്കൊരു ചെയർ കൊടുക്കും, ഇരിക്കാൻ പറയും, അവർക്ക് കുടിക്കാൻ വെള്ളം എടുത്ത് കൊടുക്കും. ഇതൊക്കെ ചെയ്ത് എങ്ങനെയാണ് പഠിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ചെറുപ്പം മുതൽ നമ്മൾ അവരെ പഴക്കി വിടുമ്പോഴാണ്. മിക്ക കുടുംബങ്ങളിലും അങ്ങനെ ആരെങ്കിലും ഗസ്റ്റ് എങ്ങനെ കടന്നു വന്നു കഴിഞ്ഞാൽ, ആരെങ്കിലും ഭവനത്തിൽ വന്ന് ആ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾ എവിടെ പോകുമെന്ന് അറിയത്തില്ല. ആ കുഞ്ഞുങ്ങൾ അടുത്തെവിടെയെങ്കിലും പോയിരുന്ന് അടുത്ത വീട്ടിലൊക്കെ പോയിരുന്ന് വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ സമയം കളയുന്നതായിട്ട് കാണുവാൻ കഴിയും, പലരെയും കാണുവാൻ കഴിയും. അപ്പോൾ നമ്മൾ ആ വരുന്നവർ ചോദിക്കും, ഈ വീട്ടിലെ കുഞ്ഞുങ്ങളൊക്കെ എന്ത് ചെയ്യാൻ ചോദിക്കുമ്പോഴാണ് കുഞ്ഞുങ്ങളെ അന്വേഷിക്കുന്നത്. അപ്പോൾ അതുപോലുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുവാൻ കഴിയുന്നില്ല, മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്നില്ല, മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം എന്താ, നമ്മളുടെ ഫൗണ്ടേഷൻ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു രീതിയിലാണ് കുഞ്ഞുങ്ങൾ വളരുന്നത്. അപ്പോൾ അതുകൊണ്ട് മാതാപിതാക്കന്മാർ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങളെ വളർത്തുന്നവരെല്ലാവരും മറ്റുള്ളവർക്ക് ഒരു ചെറിയ ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിൽ പോലും എടുത്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ ആ കുഞ്ഞിനെ കൊണ്ട് ചെയ്യിക്കണം. അത് അപ്പം ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ പാത്രം കൊണ്ടുപോയി മോനെ കൊണ്ട് വെക്ക് എന്ന് പറയണം, പൈപ്പ് തുറന്നു വിട്ട് കഴുകാൻ പറയണം. അവനവൻ ചെയ്യേണ്ട കാര്യങ്ങൾ അത് ചെയ്യിക്കുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ക്രമമായിട്ട് ചെയ്തു പോകുന്നത്. അത് മാത്രമല്ല, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ വചനവും കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, മാതൃകയാക്കി കൊടുക്കണം. കുഞ്ഞുങ്ങൾ ഇപ്പോൾ തന്നെ സ്വയം പ്രാർത്ഥിക്കാൻ പറയണം. അതുപോലെ തന്നെ മറ്റുള്ളവർ കടന്നു വന്നാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയണം. അതിനുള്ള ഒരു ധൈര്യം കുഞ്ഞുങ്ങൾക്കുണ്ടാവണം. നമ്മുടെ കുഞ്ഞുങ്ങൾ മറ്റുള്ളവരുടെ വിഷയങ്ങൾ കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ തക്കവണ്ണം അപ്രാപ്തരാകണമെങ്കിൽ നമ്മളത് പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കണം. അവർ കടന്നു പോകുന്ന സമയത്ത് ചില ദൈവദാസിമാരാണെങ്കിൽ ഭവനത്തിലിരിക്കുന്നവർക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കാറുണ്ട്, പ്രാർത്ഥിച്ച് മടങ്ങും. നമ്മുടെ കുഞ്ഞുങ്ങളും പ്രാർത്ഥിക്കാൻ, ആ പ്രാർത്ഥനയിൽ പങ്കുചേരാനും കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. മിക്കവാറും കുടുംബങ്ങളിൽ ആ പ്രാർത്ഥനയുടെ സമയത്ത് കുഞ്ഞുങ്ങൾ എങ്ങോട്ടാണ് പോകുന്ന പോലും അറിയത്തില്ല. അങ്ങനെയൊക്കെ വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കുഞ്ഞുങ്ങളെ വളരെയധികം ശ്രദ്ധയോടുകൂടെ ദൈവത്തിൻ്റെ വചനവും കൊടുത്തു വേണം കുഞ്ഞുങ്ങളെ വളർത്തുവാൻ. അങ്ങനെ നമ്മൾ ചെയ്യുന്നുവെങ്കിൽ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.